നമസ്കാരം. ഫിനാൻഷ്യൽ അസിസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ICICI Prudentialൻ്റെ ബെസ്റ്റ് പെൻഷൻ പ്ലാൻ ഓഫ് ദി ഇയർ 2021 നേടിയിട്ടുള്ള ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദിസ് ചാനൽ. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ചാനലിലിടുന്ന വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ICICI Prudentialൻ്റെ ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പെൻഷൻ ഇതാണ് 2021 ബെസ്റ്റ് പെൻഷൻ പ്ലാനിനുള്ള കൺസ്യൂമർ അവാർഡ് നേടിയിട്ടുള്ള പ്ലാനാണ്. ഇതിൻ്റെ എല്ലാ ഫീച്ചറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരുടെയും റിട്ടയർമെൻറ്റിലുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. റിലാക്സ് ചെയ്യുക, ഐ വിൽ ഗോ ടു വേൾഡ് ടൂർ, ഐ വിൽ സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി. ജോലിയായിരുന്നപ്പോഴും ബിസിനസ്സായിരുന്നപ്പോഴൊക്കെ കൂടുതൽ ടൈം ട്രാവലിംഗ് കാര്യങ്ങളുമായിരുന്നു. ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഐ വിൽ എൻജോയ് ലൈഫ്, ഐ വിൽ ബി ടെൻഷൻ ഫ്രീ, ഐ വിൽ പെർസ്യൂ മൈ ഹോബി. എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നെങ്കിൽ അത് പെർസ്യൂ ചെയ്യാം. അതൊക്കെ ഇതിനൊക്കെ എന്താണ് ആവശ്യം? ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം മന്ത് ഓൺ മന്ത് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഇവിടെ പറയുന്നത്. 2050 ആകുമ്പോഴേക്കും ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 79 വയസ്സായിരിക്കും. ഇപ്പോൾ അറൗണ്ട് ഒരു 69-70 ആണ്. അത് 79 ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്. അപ്പോൾ കുറേ പേര് 85-90 വയസ്സ് വരെ പോകും. അപ്പോൾ നമ്മൾ 60 വയസ്സ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 30 കൊല്ലത്തേക്കുള്ള പ്രൊവിഷൻ നമ്മൾ വെക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ വൈഫിൻ്റെയും കൂടുതൽ നോക്കേണ്ടി വരും. പിന്നെ ബാക്കി കാര്യങ്ങൾ 44% പോപ്പുലേഷൻ വിൽ ബി സീനിയർ സിറ്റിസൺ. ഇപ്പോൾ 10% ആണ്. അങ്ങനെ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ റിട്ടയർമെൻറ്റിന് റെഡി ആയിരിക്കണം. റിട്ടയർമെൻറ്റ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീഡാണ്. മുൻപൊക്കെ ചിൽഡ്രൻ പ്ലാൻസ് ഒക്കെ ആയിരുന്നു കൂടുതൽ പാരൻസിൻ്റെ കൂടുതൽ ആളുകളുടെ നീഡായിട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് നമുക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഈ അടുത്ത് നടന്ന ICICI Prudential നടത്തിയ സർവേയിൽ കണ്ട റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആഗ്രഹങ്ങളും കൺസേൺസും ആണ് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഐ നീഡ് ഇൻകം വിച്ച് ഇസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം വേണം. ഐ നീഡ് ഇൻകം വിച്ച് ഇസ് ലൈഫ് ലോങ് ഇൻകം വേണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു പ്രശ്നം, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, എനിക്ക് എൻ്റെ അടുത്ത തലമുറയ്ക്കൊരു ലിഗസി കൈമാറാൻ പറ്റണം, എൻ്റെ വൈഫിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഒരു പെൻഷൻ പ്ലാൻ, മെഡിക്കൽ എമർജൻസി വന്നാൽ ഇതെനിക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുമോ. സാധാരണ ഇപ്പോഴത്തെ പെൻഷൻ പ്ലാൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എമർജൻസി വന്നാലും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്ട്രാ എമൗണ്ട് കിട്ടിയാൽ നമുക്ക് അതിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൺസേൺസും വിഷസുമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാൻ എന്ന ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ICICI Prudential. എന്തൊക്കെ അസറ്റ് ക്ലാസ്സുകളാണ് നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് മുൻപിൽ വരുന്ന അസറ്റ് ക്ലാസ്സുകൾ ഇതൊക്കെയാണ്. റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലാർജ് സം വേണം. പിന്നെ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ, അതായത് റിട്ടയർമെൻറ്റ് സമയത്ത് ഇത് വിൽക്കാൻ പറ്റുമോ, ആ സമയത്ത് എന്തെങ്കിലും വേറെ പ്രൊജക്റ്റുകൾ വന്ന്, അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അതിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിനാണെങ്കിൽ ഡിക്ലൈനിങ് എഫ് ഡി ഡെപ്പോസിറ്റിന് റേറ്റ് ഒരു 10 കൊല്ലോ 20 കൊല്ലം കഴിഞ്ഞാൽ 0% ഇൻട്രസ്റ്റ് ആവാനാണെന്നാണ് സർവേ റിപ്പോർട്ടുകൾ വരുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ റിസ്ക് ഉണ്ട്. ഗ്യാരണ്ടീഡ് പാർട്ട് അവിടെ സർവ് ചെയ്യുന്നതല്ല. GSEC കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ ആണെങ്കിൽ ടാക്സബിൾ ആണ്. പിന്നെ അതിൻ്റെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമറിനെ ഇടയ്ക്ക്, പിന്നെ കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ ആണെങ്കിൽ റിസ്ക് ഓഫ് ഡിഫോൾട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും കൺസേൺസ്, അതായത് നമ്മൾ ആദ്യം തൊട്ട് മുന്നേ കണ്ട സ്ലൈഡിൽ
കസ്റ്റമേഴ്സിൻ്റെ കുറേ വിഷസും കൺസേണും കണ്ടുവല്ലോ. അതിനെയൊക്കെ ഒരുവിധം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെൻഷൻ പ്ലാനാണ് ICICI Prudential ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാൻ. വീഡിയോ അവസാനം വരെ കണ്ടാൽ എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു തവണ അടയ്ക്കുക, അതായത് നമ്മൾ റിട്ടയർമെൻറ്റിനായി കോർപ്പസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഏത് തരത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിനായിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ടിനായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് വിറ്റിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ICICI Prudentialൻ്റെ തന്നെ സേവിംഗ് സുരക്ഷ പോലത്തെ പ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രീമിയം സിംഗിൾ പ്രീമിയം ഗ്യാരണ്ടി പെൻഷൻ പ്ലാനിൽ ലൈഫ് ലോങ് ടു യു ആൻഡ് യുവർ സ്പൗസ് പെൻഷൻ ആണ് എല്ലാ മാസവും കൃത്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുക. ഗ്യാരണ്ടി പെൻഷൻ പ്ലാനിൻ്റെ ഓഫർ ചെയ്യുന്നത് സിംഗിൾ പ്രീമിയം ആണ്, ഒറ്റ തവണ അടച്ചാൽ മതി. ഗ്യാരണ്ടീഡ് ഇൻകം ഫോർ ലൈഫ് ടൈം ടു യു ആൻഡ് യുവർ വൈഫ്. പിന്നെ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. ഡിഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 10 കൊല്ലം കഴിഞ്ഞിട്ട് പെൻഷൻ മതി സ്റ്റാർട്ട്. ഇപ്പോൾ 40 വയസ്സുള്ള ആൾ അല്ലെങ്കിൽ 50 വയസ്സുള്ള ആൾ പറയാണ് എനിക്ക് 10 ഇയേഴ്സ് കഴിഞ്ഞ് മതി എന്ന് പറയുകയാണെങ്കിൽ ഡിഫർമെൻറ്റ് പീരീഡ് ഓപ്ഷനുണ്ട്. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബെനിഫിറ്റ് ആ ഡിഫർമെൻറ്റ് ചെയ്യുന്നവർക്ക് ലഭ്യമാണ്. പിന്നെ സിംഗിൾ ലൈഫായിട്ട് എടുക്കാം, ജോയിൻറ്റ് ലൈഫായിട്ട് എടുക്കാം. ഭർത്താവും ഭാര്യ എടുക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ കാലശേഷം ഭാര്യയ്ക്കും പെൻഷൻ, അതിനുശേഷം ലീഗൽ ഹയേഴ്സിന് പെൻഷൻ പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ്. ഓരോ ഫീച്ചറും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. 6 കീ ഫീച്ചേഴ്സാണ് ഉള്ളത് ഗ്യാരണ്ടി പെൻഷൻ പ്ലാനിന്. മുൻപേ പറഞ്ഞിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിന് നോക്കുന്ന ആളുകളുടെ എല്ലാ കൺസേണിനെയും അഡ്രസ്സ് ചെയ്യുന്ന പ്ലാനാണ്. ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് നോക്കാം. 6 ഫീച്ചേഴ്സ്. ഇമ്മീഡിയറ്റ് ആനുവിറ്റി ഉണ്ട്, ഡിഫേർഡ് ആനുവിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ അടുത്ത മാസം തൊട്ട് തന്നെ പെൻഷൻ വേണമെങ്കിൽ പെൻഷൻ കിട്ടി തുടങ്ങാം, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പെൻഷൻ മതിയെങ്കിൽ അങ്ങനെ കിട്ടാം. ന്യൂ ആനുവിറ്റി ഓപ്ഷൻസ് ഉണ്ട്, പുതിയ ആനുവിറ്റി ഓപ്ഷൻസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പ് അപ്പ് ഫെസിലിറ്റി ഉണ്ട്, അതായത് ഡിഫേർഡ് ആനുവിറ്റി എടുക്കുന്നവർക്ക് ഇൻ ബിറ്റ്വീൻ ഫണ്ട് പ്ലാനിലേക്ക് ഇടാനുള്ള ഓപ്ഷനുണ്ട്. ഹൈ പർച്ചേസ് 20 ലക്ഷത്തിന് മുകളിൽ 25 ലക്ഷത്തിന് മുകളിൽ ഇടുന്നവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്. ലോയൽറ്റി ബൂസ്റ്റർ, എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ട് ICICI Prudential എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് 1% ലോയൽറ്റി ബെനിഫിറ്റ് ഉണ്ട്. എക്സ്പാൻഡഡ് ലിസ്റ്റ് ഓഫ് ജോയിൻറ്റ് ലൈഫ്, അതായത് വൈഫ് മാത്രമല്ല വേണമെങ്കിൽ മക്കളെയോ സിബ്ലിങ്ങിനെയോ ഒക്കെ ജോയിൻറ്റ് ലൈഫായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ, 2 ടൈപ്പ് ആനുവിറ്റി പറഞ്ഞല്ലോ. ഇമ്മീഡിയറ്റ് ആനുവിറ്റി എന്ന് പറഞ്ഞാൽ നിയറിങ് റിട്ടയർമെൻറ്റ്, അതായത് എത്രയാണെന്ന് ഏജ് പറയുന്നില്ല, ആർക്കാണോ നീറ്റ് 60 ഇയേഴ്സ്, ഇപ്പം ഇന്ത്യയിൽ യൂഷ്വലി നോക്കുക വെച്ചാൽ 60 ഇയേഴ്സ് സമയത്തൊക്കെയാണ് ആൾക്കാർ റിട്ടയർമെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 59-60 ഇയേഴ്സ് നെക്സ്റ്റ് മാസത്തോട്ട് തന്നെ റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആനുവിറ്റിയും. ഡിഫേർഡ് ആനുവിറ്റി കസ്റ്റമേഴ്സ് ഒരു 40-50 ഉള്ള കസ്റ്റമേഴ്സ്, ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ 50 വയസ്സ് തൊട്ട് റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ 10 കൊല്ലം ഡിഫേർഡ് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പെൻഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ 2 ടൈപ്പ് ആനുവിറ്റീസ്. ഇമ്മീഡിയറ്റ് ആനുവിറ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നിയറിങ് റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് പെൻഷൻ ഇമ്മീഡിയറ്റ്ലി, നെക്സ്റ്റ് മന്ത് തൊട്ട് തന്നെ പെൻഷൻ വേണമെന്നുള്ളവർക്ക് ഗെറ്റ് ഗ്യാരണ്ടീഡ് ഇൻകം ഫോർ ലൈഫ് ആൻഡ് ഫോർ യുവർ ജോയിൻറ്റ് ലൈഫ്, 2 പേർക്കും സ്പൗസിനാണെങ്കിലും ജോയിൻറ്റ് ലൈഫിന്. മൾട്ടിപ്പിൾ ആനുവിറ്റി ഓപ്ഷൻസ്, അതായത് ആനുവിറ്റി പല ടൈപ്പിൽ എടുക്കാനുള്ള ഓപ്ഷൻസ്. ഡെഫേർഡ് ആനുവിറ്റി, നമുക്ക് ഓപ്ഷൻ ടു ഡിഫർ ആനുവിറ്റി ഫ്രം 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ്, 7 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ്, അങ്ങനെ ഡിഫർമെൻറ്റ് പീരീഡിൽ ആനുവിറ്റി ഓപ്ഷൻസാണ്. ഡെഫേർഡ് ആനുവിറ്റി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സിംഗിളായിട്ട് എനിക്ക് മാത്രം മതി പെൻഷൻ, എൻ്റെ കാലശേഷം നോമിനിക്ക് പോകുന്ന പോലെ ചെയ്യാം, അല്ല ജോയിൻറ്റ് ലൈഫായിട്ടും ചെയ്യാം. പിന്നെ ലൈഫ് ആനുവിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ഓൺ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് കമ്പനി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകളുണ്ട്, ഹാർട്ട് ഫെയിലിയർ പോലത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഉള്ളത്, അത് സിംഗിൾ ലൈഫിന് മാത്രമേ ആ ഓപ്ഷനുള്ളൂ. ഏത് ഡിസബിലിറ്റി വന്നാലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ലൈഫ് ആനുവിറ്റി എമൗണ്ട് റിട്ടേൺ പോകുന്നത് സിംഗിൾ ലൈഫിന് മാത്രമേ ഉള്ളൂ.
കറണ്ട് ആനുവിറ്റി റേറ്റ്സ് ആണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഇമ്മീഡിയറ്റ് ആനുവിറ്റി റേറ്റ്സ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആണെങ്കിൽ 5.93%. അത് ജോയിൻറ്റ് ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം ഉണ്ട്, സിംഗിൾ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം ഉണ്ട്. ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് സിംഗിൾ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം 11.35%, 10 ഇയർ ഡെഫേർഡിൽ. അപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എത്രയാണ് റേറ്റുകൾ എന്നറിയാൻ പറ്റും. ഈ റേറ്റ് ഗ്യാരണ്ടീഡ് ആണെന്നാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉള്ളത്. അതായത് 11.35 10.77% 10 ഇയർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഫ് ഡിയുടെ റേറ്റ് ചിലപ്പോൾ 2% 3% ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ റേറ്റിൽ ഫിക്സ്ഡ് പെൻഷൻ ഫോർ യു ആൻഡ് യുവർ ജോയിൻറ്റ് ലൈഫ് കിട്ടുന്ന തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫീച്ചർ ഉള്ളത്. കസ്റ്റമർക്ക് പോളിസി ബോണ്ടിൽ എത്ര പെൻഷൻ കിട്ടും ലൈഫ് ലോങ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം നോമിനിക്ക് എത്ര കിട്ടും എന്നുള്ളത് റേറ്റിങ്ങിലുണ്ടാവും. അത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഫീച്ചറാണ്. നമുക്കൊരു അൺസർട്ടനിറ്റി ആവശ്യമില്ല, കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു ടെൻഷനും വേണ്ട. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഏറ്റവും ആവശ്യം ഒരു ഗ്യാരണ്ടിയാണ്. അത് ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിൽ ഇൻ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് ആനുവിറ്റി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ആനുവിറ്റി ഓപ്ഷൻസ് ഇമ്മീഡിയറ്റ് ആനുവിറ്റിയിൽ ആനുവിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം സിംഗിൾ ആൻഡ് ജോയിൻ്റ് ഉണ്ട്. ആനുവിറ്റി ഫോർ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം, പിന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ ക്രിട്ടിക്കൽ ഇല്ലസ് ഓർ പെർമനൻറ്റ് ഡിസബിലിറ്റി സിംഗിൾ ലൈഫിന് മാത്രമേ ഉള്ളൂ. ആനുവിറ്റി ഫോർ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം അറ്റ് 80, അത് ഇമ്മീഡിയറ്റ് ആനുവിറ്റിക്കുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ 50 വയസ്സ് 55 വയസ്സുള്ള ഒരാൾ എടുക്കുകയാണെങ്കിൽ 80 വയസ്സിൽ ഒരു റിട്ടേൺ ഓഫ് പ്രീമിയം, അതിനുശേഷം വീണ്ടും ആനുവിറ്റി കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആനുവിറ്റി ഓഫ് റിട്ടേൺ ഓഫ് പ്രീമിയം 75 മുതൽ റിട്ടേൺ ഓഫ് പ്രീമിയം തരുന്ന ഒരു ഓപ്ഷനുണ്ട്. ആനുവിറ്റി റിട്ടേൺ ഓഫ് പ്രീമിയം 50% തിരിച്ചു തരുന്ന 80 തിരിച്ചു തരുന്ന ഒരു പ്ലാൻ ഉണ്ട്. അതിനുശേഷം പെൻഷൻ കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഡിഫേർഡ് ആനുവിറ്റിയിൽ ആനുവിറ്റി ഫോർ ലൈഫ് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം സിംഗിൾ ആൻഡ് ജോയിൻറ്റ് ലൈഫ്, ക്രിട്ടിക്കൽ ഇല്ലസിൻ്റെ സമയത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം തരുന്ന അത് സിംഗിൾ ലൈഫിനാണ് ഓപ്ഷനുണ്ട്. ഇതിൽ റിട്ടേൺ ഓഫ് പ്രീമിയം ക്രിട്ടിക്കൽ ഇല്ലസ് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. വേറെ പ്ലാനുകളിൽ കാണാൻ സാധിക്കാത്തത്. കാരണം ഒരിക്കൽ പെൻഷൻ പ്ലാനിൽ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ എമൗണ്ട് സാധാരണ തിരിച്ച് കിട്ടാത്തതാണ്. പക്ഷേ ക്രിട്ടിക്കൽ ഇല്ലസ് വന്നാൽ തിരിച്ചു തരും എന്നുള്ളത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇതിൽ റിട്ടേൺ ഓഫ് പ്രീമിയം അറ്റ് 80 എന്നുള്ളത് വളരെ പുതിയൊരു ഫീച്ചറാണ്. ഹെഡ് ഓഫ് ദ ഫാമിലിക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മളിപ്പോൾ 20 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 25 ലക്ഷമാണ് അല്ലെങ്കിൽ 50 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 55 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 80ാമത്തെ വയസ്സിൽ ആ 50 ലക്ഷം നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് നമുക്ക് നമ്മുടെ പേരക്കുട്ടിയുടെ വിവാഹത്തിനോ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷവും വീണ്ടും പെൻഷൻ കണ്ടിന്യൂ ചെയ്യും. അതൊരു ഇതുവരെ ഇൻഡസ്ട്രിയിൽ വന്ന പെൻഷൻ പ്ലാനിൽ വരാത്തൊരു ഫീച്ചറാണ്. റിട്ടേൺ ഓഫ് പ്രീമിയം ആസ് എ ലീവിങ് ബെനിഫിറ്റ്, അത് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ 20 ലക്ഷം വെച്ചൊരു കസ്റ്റമർ 60 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക. ആൾക്ക് 96,785 പെർ ആനം അങ്ങനെ പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. 80ാമത്തെ വയസ്സിൽ 20 ലക്ഷം ആൾക്ക് റിട്ടേൺ ഓഫ് പ്രീമിയം തരികയാണ്. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പേരക്കുട്ടിക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാം. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ പെൻഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. പെൻഷൻ ഗ്യാരണ്ടീഡാണ്. ഇതാണ് ഒരു പുതിയ ഒരു ആനുവിറ്റി ഓപ്ഷനാണിത്. ഇനി 50%, ഇതും ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടുള്ള ആണ്. 50% ഓഫ് റിട്ടേൺ ഓഫ് പ്രീമിയം ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു 60 വയസ്സുള്ള ആളെന്ന് കരുതുക. 50% റിട്ടേൺ ഓഫ് പ്രീമിയം മതിയെങ്കിൽ 1,07,728 വെച്ചിട്ട് പെൻഷൻ കിട്ടിക്കൊണ്ടായിരിക്കും. 80ാമത്തെ വയസ്സിൽ 10 ലക്ഷം റിട്ടേൺ ചെയ്യും. അതിനുശേഷം വീണ്ടും ആനുവിറ്റി കണ്ടിന്യൂ ചെയ്തിരിക്കും. ലിവിങ് ബെനിഫിറ്റും ലീഗസി പ്ലാനിങ്ങും ഇതിലുണ്ടാവും. ഇതും ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടുള്ള ഒരു ആനുവിറ്റി ഓപ്ഷനാണ്. ഇനി അടുത്ത ഒരു ഇമ്മീഡിയറ്റ് ആനുവിറ്റി ഓപ്ഷനായിട്ടുള്ള റിട്ടേൺ ഓഫ് പ്രീമിയം അറ്റ് ദ റേറ്റ് ഓഫ് ഏജ് ഓഫ് 76. അതായത് 60 വയസ്സുള്ള നേരത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. 75 വയസ്സ് വരെ 1,04,751 രൂപ കിട്ടുന്നു ആനുവിറ്റി. അതിനുശേഷം 1,04,751 1 ലക്ഷം കൂടി 2,04,751 അടുത്ത പിന്നീട് ആൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.
അതിനുശേഷം 10 ലക്ഷം രൂപ, അതായത് ബാലൻസ് പർച്ചേസ് പ്രൈസ് ഓഫ് ₹10 lakh ആൾക്ക് ഡെത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്ലാൻ വരിക. 76 വയസ്സ് മുതൽ നമുക്കൊരു 1 ലക്ഷം രൂപ കൂടുതൽ പെൻഷൻ കിട്ടുന്നു. അതാണ്. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ ബീറ്റിംഗ് സംഭവം ഇവിടെ വരും. ഒരേ പെൻഷനല്ല, 76 വയസ്സ് മുതൽ ഒരു 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 ലക്ഷം രൂപ ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ, ഒരു ആനുവിറ്റി ഓപ്ഷനാണിത്. ഇനി ഡിഫേർഡ് ആനുവിറ്റിയിലെ റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചാലോ റിട്ടേൺ ഓഫ് പ്രീമിയം, അതായത് വളരെ വലിയൊരു ഫീച്ചറാണിത്. ഇത് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എമൗണ്ട് തിരിച്ച് പെൻഷനായിട്ട് തന്നെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ ഉള്ളത്. പക്ഷേ ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ തിരിച്ചു വരുന്ന ഒരു ബ്രില്യൻ ഫീച്ചറുമായിട്ടാണ് ഈ പ്ലാൻ വന്നിട്ടുള്ളത്. ഡിഫറെൻറ്റ് 10 year ഡിഫറെൻമെൻറ്റ് പീരീഡ് ഉണ്ടെന്ന് കരുതുക 20 ലക്ഷത്തിൽ. അതിനുശേഷം ആനുവിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, 2,16,722 വെച്ചിട്ട് കിട്ടിക്കൊണ്ട് കരുതുക. അതിനുശേഷം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്സോ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ 20 ലക്ഷവും റിട്ടേൺ ചെയ്യുന്ന ഒരു പ്ലാനാണ് ഇത്. എക്സലൻറ്റ് ഫീച്ചറാണ് ഒരു ഡിഫേർഡ് ആനുവിറ്റിയിൽ. ഇത് ഇൻഡസ്ട്രി തന്നെ ഒരു റെവല്യൂഷനാണ് ഈ ഫീച്ചർ. ഇനി തേർഡ് ഫീച്ചർ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ടോപ്പ് അപ്പ് ഫീച്ചർ. ഇത് ഡിഫേർഡ്മെൻറ്റ് ആനുവിറ്റി ഓപ്ഷനിലാണ് വരുന്നത്. നമ്മളൊരു 10 കൊല്ലത്തും ഡിഫേർഡ്മെൻറ്റ് ആനുവിറ്റി എടുത്തു എന്ന് കരുതുക, ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഇൻ ബിറ്റ്വീൻ നമുക്ക് എമൗണ്ട് ഇതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് അതേ ഇൻട്രസ്റ്റ് റേറ്റ്, ആ സമയത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. ടോപ്പ് അപ്പ് എമൗണ്ട് അങ്ങനെ ലിമിറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഇൻക്രീസ് യുവർ ആനുവിറ്റി ബൈയിങ് ആൻഡ് പേയിങ് ആൻ അഡീഷണൽ പ്രീമിയം. ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. ഇതൊരു ബെസ്റ്റ് ഫീച്ചറാണ്. നമുക്ക് ഒരു പെൻഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അതും ഈ പെൻഷൻ പ്ലാനിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് ഒരു നല്ല ഫീച്ചറാണ്. ഇനി ടോപ്പ് അപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതൊരു സ്ലൈഡാണിത്. ഇപ്പോൾ 20 ലക്ഷത്തിന് പർച്ചേസ് ചെയ്തെന്ന് കരുതുക. ഡിഫേർഡ്മെൻറ്റ് പീരീഡ് 10 കൊല്ലം. ഇപ്പോഴത്തെ റേറ്റ് 11.35. അതിനുള്ള ആനുവിറ്റി അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞിട്ട് 10 ലക്ഷം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ 5 year ഡിഫർമെൻറ്റിൽ 8.14 ആണ് എന്ന് കരുതുക അന്നത്തെ റേറ്റ്. അപ്പോൾ ഈ എമൗണ്ട് 81,404 കിട്ടും. അതിനുശേഷം 10ാമത്തെ കൊല്ലം തൊട്ട് ഈ 2 എമൗണ്ടും കൂടി ആഡ് ചെയ്യ എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും ആനുവിറ്റി. അതിനുശേഷം റിട്ടേൺ ഓഫ് പ്രീമിയം കിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ടേം. ഇത് സിംഗിൾ ലൈഫിന് മാത്രമാണ് ഇത് ലഭ്യമുള്ളത്. 4ാമത്തെ ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈ പർച്ചേസ് പ്രൈസിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് കൂടുതലുണ്ട്. അതായത് 20 lakhsന് 25 lakhs എത്തുമ്പോഴേക്കും ഇമ്മീഡിയറ്റ് ആനുവിറ്റിയിലാണെങ്കിലും 10 year ആണെങ്കിലും 10.77 വരും, 10.79. അതായത് ഹയർ പർച്ചേസ് പ്രൈസിന് ദ മോർ യു പേ ദ മോർ യു ഗെറ്റ് എന്നുള്ളത്. അപ്പോൾ 20 ലക്ഷം അടയ്ക്കുന്ന ആൾ 25 ലക്ഷത്തിലേക്ക് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിലും അത് കൂടുതൽ ഉണ്ടാവും. ICICI Prudential എക്സിസ്റ്റിംഗ് ആയിട്ട് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1% എക്സ്ട്രാ ലോയൽറ്റി ബൂസ്റ്ററുണ്ട്. അതായത് ഇതിൽ എക്സാമ്പിൾ പറഞ്ഞത് 20 lakhs പർച്ചേസ് പ്രൈസ് ആണെങ്കിൽ ന്യൂ കസ്റ്റമർക്ക് 1,18,670 ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ICICI പോളിസി ഉള്ളവർക്ക് 1,19,857 രൂപ പെൻഷൻ ലഭിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈ പ്ലാൻ ICICI തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ട് ICICI Prudential ഏതെങ്കിലും പ്ലാൻ, പ്രൊട്ടക്ഷൻ പ്ലാനോ സേവിങ് സുരക്ഷ ഏത് പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊരു ഗുണമായിരിക്കും. ഇനി അടുത്ത ഒരു 6th ഫീച്ചറാണ് ജോയിൻറ്റ് ലൈഫ്. സാധാരണ സ്പൗസുകൾ ആണ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് യൂഷ്വലി നമ്മൾ സ്പൗസിനെയാണ് വെക്കുക. പക്ഷെ നമുക്ക് ഓപ്ഷനുണ്ട് സൺ ഓർ ഡോട്ടറിനെ വെക്കാനോ അല്ലെങ്കിൽ പാരൻറ്റിനെയോ സിബ്ലിങ്സിനെയോ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരാൾക്ക് അൺമാരീഡ് ആണ്, ആൾക്ക് ഒരു ബ്രദറാണുള്ളെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്ററാണുള്ള കൂടെയുള്ളത്, അവരും അൺമാരീഡ് ആണ് എന്നുള്ളതെങ്കിൽ ബ്രദറിന് സിബ്ലിങ്ങിനെ വെക്കാം എന്നുള്ളതൊക്കെ പുതിയൊരു ഓപ്ഷനാണ്. സൺ ഡോട്ടറിനും വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു 3 generation പ്ലാനായിട്ട് ഇത് വർക്ക് ചെയ്യും. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഡോട്ടറിന് പെൻഷൻ കിട്ടും. അതിനുശേഷം ആ പ്രൊസീഡ്സ് ഡോട്ടറിൻ്റെ കുട്ടിക്ക് പോകുന്നതുകൊണ്ട് 3 generation പ്ലാനായിട്ടും ഇത് വർക്ക് ചെയ്യും. ഇൻ സമ്മറി ഇതൊക്കെയാണ് GPP ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്.
ഡിഫർമെൻറ്റ് പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കൂടി വരും. അതായത് 11.35% വരെ കൊടുക്കുന്നുണ്ട് 10 ഇയറിന്. ന്യൂ ആനുവിറ്റി ഓപ്ഷൻസ്, അതായത് 80 വയസ്സിൽ റിട്ടേൺ ഓഫ് പ്രീമിയം, 80 വയസ്സിൽ ഹാഫ് ഓഫ് ദ റിട്ടേൺ ഓഫ് പ്രീമിയം, ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ എമൗണ്ട് റിട്ടേൺ ഓഫ് പ്രീമിയം, പെർമനന്റ് ഡിസബിലിറ്റി വന്നാൽ റിട്ടേൺ ഓഫ് പ്രീമിയം, അങ്ങനത്തെ ഫീച്ചേഴ്സ്. ടോപ്പ് അപ്പ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ഹൈ പർച്ചേസ് പ്രൈസിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, ലോയൽറ്റി ബൂസ്റ്റർ ഫോർ എക്സിസ്റ്റിംഗ് ICICI പ്രൂവ് കസ്റ്റമർ, പിന്നെ എക്സ്പാൻഡ് ലിസ്റ്റ് ഓഫ് ജോയിൻറ്റ് ലൈഫ്, 3 ജനറേഷൻ പ്ലാൻ, സിബ്ലിങ്സിനെയോ സിബ്ലിങ്സിനെയോ പാരൻസിനെയോ സൺ ഡോട്ടറിനെയോ ഒക്കെ ജോയിൻറ്റ് ലൈഫായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഒരു ഇൻ സമ്മറി. ലാസ്റ്റ് ഒരു ഡിക്കേഡിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 2010 8.5 ആയിരുന്നു FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ അത് 20 ആകുമ്പോഴേക്കും ഒരു 5.5% വന്നിട്ടുണ്ട്. 3%, എല്ലാ ഡിക്കേഡിലും 3%. ഈ 2030 ആകുമ്പോഴേക്കും അതൊരു 2.5%, 2040 ആകുമ്പോഴേക്കും 0 പോകുന്നതാണ് പ്രൊജക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇപ്പോൾ 10 ഇയറിൻ്റെ ഡെഫർമെൻറ്റ് എടുക്കുക വെച്ചാൽ നമുക്ക് 11.35 വരെ കിട്ടാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അന്നത്തെ 2% എത്രയോ ബെറ്ററാണ് 11.35 ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ പെൻഷൻ പ്ലാനിങ് ഒരു എമൗണ്ട് വെച്ചിട്ട് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ പെൻഷൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക, GPP തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സജഷൻ. GPP ഒരു 3 ജനറേഷൻ പ്ലാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു. എങ്ങനെയാണെന്ന് ഒന്നുകൂടി പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നോക്കാം. ഫാദർ 60 വയസ്സുള്ള ഫാദർ, സൺ 30 വയസ്സ്. ആദ്യം 10 കൊല്ലം ആനുവിറ്റി പെൻഷൻ ഫാദറിന് കിട്ടുന്നു. 70 വയസ്സിൽ ഫാദർ മരിക്കുന്നെന്ന് കരുതുക. സണ്ണിന് കിട്ടുന്നു. സണ്ണിനപ്പോൾ 40 വയസ്സായിട്ടുണ്ടാവും. സണ്ണിന് 35 കൊല്ലം, 75 വയസ്സിൽ സൺ മരിക്കുന്നതെന്ന് കരുതുക. 35 കൊല്ലം സണ്ണിന് ആനുവിറ്റി കിട്ടുന്നു. അതിനുശേഷം നോമിനി വിൽ ഗെറ്റ് ദ ലംസം. സോ ഫാദർ, സൺ ആൻഡ് ദ പേരക്കുട്ടി. അപ്പോൾ 3 പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 ജനറേഷൻ പ്ലാനായിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2021 പെൻഷൻ കാറ്റഗറിയിലെ പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ ആയിട്ടുള്ള ചൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള, അത് കസ്റ്റമേഴ്സാണ് വോട്ട് ചെയ്ത്. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ച് നടന്ന സർവേയിൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ, പെൻഷൻ പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ ആയിട്ട് 2021 ചൂസ് ചെയ്തിട്ടുള്ള ഈ പ്രൊഡക്റ്റിനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുക. ഏറ്റവും അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇതിനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു ഡീറ്റെയിൽ പ്രസൻറ്റേഷൻ ആയെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് ഒരു മോട്ടിവേഷൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി എന്താണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിലുള്ള ഇത് വീഡിയോസ് കിട്ടാൻ അത് സഹായിക്കും. കൂടാതെ പെൻഷൻ പ്ലാനിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.